പ്രസംഗിക്കണം. ആ പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രസംഗമല്ല, അത് ആ ദിവസത്തിന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയാണ്. എന്താ ഇബാദത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹാവുന്ന ഇബാദത്തുകളെ കൊണ്ട്. അപ്പോൾ മഹാന്മാരോട് ബന്ധപ്പെട്ട ഏത് സ്ഥലങ്ങളാണെങ്കിലും, ഇപ്പോൾ മഹാനാവുന്ന ഇമാം സുബ്കി തങ്ങൾ അഷ്റഫിയ മദ്രസയിൽ മുദരിസായി വന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ മൂപ്പരോട് പറഞ്ഞു, ഇവിടെ നിന്ന് നബി ഇമാം ദർസ് നടത്തിയിരുന്നത്, മൂപ്പര് ഫത്വ കൊടുക്കാറ് ഇവിടെ എഴുതിയത്, മൂപ്പര് കിതാബ് എഴുതിയത് അവിടെ ഇരുന്നിട്ടായിരുന്നു, മൂപ്പര് നിസ്കരിച്ചിരുന്നത് ഈ മുസല്ലീതാണ്, മൂപ്പര് ഒതുണ്ടാക്കാൻ എടുത്തിരുന്നത് ഈ പാത്രം ഉപയോഗിച്ചിട്ടാണ് ഒതുണ്ടാക്കിയത്, മൂപ്പര് കുറഞ്ഞ സമയം മൂപ്പര് ഉറങ്ങൽ ഇവിടെ ഈ മെത്തയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനാവുന്ന സുബ്കി ഇമാം തങ്ങൾ കുറേ ഇങ്ങനെ ആലോചിച്ചിരുന്നു. മൂപ്പര് പറഞ്ഞതെന്താ? وفي دار الحديث لطيف معنى إلى بسط لها أصب وآوي لعلي أن أنال بحر وجهه مكارا مسه قدم النواوين. ഇവിടെ ഇമാം നവവി തങ്ങൾ ദർസ് നടത്തിയ ഈ സ്ഥലത്ത് എന്തോ ഒരുപാട് അനുഭൂതികളെ ഞാൻ ആസ്വദിക്കുന്നു. മൂപ്പരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ സ്ഥലത്ത് എൻ്റെ കണ്ണും മൂക്കും മുഖമൊക്കെ വെച്ചുകൊണ്ടിട്ട് അവിടെ ഒട്ടിപ്പിച്ച് വെക്കാനും അവിടെ ചുംബിക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് നടന്ന് ചുംബിക്കാണ് മൂപ്പര് ചെയ്തത്. കാരണം എന്തുകൊണ്ട്? ഇമാം നവവി തങ്ങൾക്കുള്ള പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായി മൂപ്പര് ഇരുന്ന സ്ഥലം. അപ്പോൾ മഹാന്മാരോട് ബന്ധപ്പെട്ട ഏത് സ്ഥലങ്ങളാണെങ്കിലും അതെനിക്കൊരു പുണ്യം ഉണ്ടാവും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് നുബുവത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് എവിടെ? തൂർ സിനാ പർവ്വതത്തിൻ്റെ തായ്വര. തൂർ സിനാ പർവ്വതത്തിൻ്റെ തായ്വരയ്ക്ക് വല്ല പുണ്യമുണ്ടായിരുന്ന? ഒരു പുണ്യം ചെയ്യുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് നുബുവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആ സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിലേക്കൊരു പുണ്യം ഉണ്ടായി. മൂസ നബി മദിയയിൽ നിന്ന് വരുമ്പോൾ ഇരുട്ടായി, വിസിൽക്കുള്ള വഴി മൂപ്പർക്ക് അറിഞ്ഞുവിടാം. കുടുംബത്തിനോടും സഹയാത്രികരോടും പറഞ്ഞു, ഇവിടെ നിൽക്കി, ഇനി ആനസ്തുലാറല്ല അല്ലിയാത്തീക്കും മിൻഹാബി ഖബസ്, തീ കാണുന്നുണ്ട്, അവിടെ പോയി വെളിച്ചം മേടിച്ചുകൊണ്ടിരാം. ഔ അജിദ് വാലന്നാരി ഹുദ, അല്ലെങ്കിൽ അവിടെ ഈജിപ്തിക്ക് വഴി പറഞ്ഞ് തന്നെ ഒരു ഗൈഡിന് നമുക്ക് കിട്ടും. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടൊരു മലൻ്റെ മുകളിൽ വെളിച്ചം കണ്ടാൽ അവിടെ ആളുകൾ ഉണ്ടാവുന്ന, അന്ന് അവരെ സമ്പ്രദായം അതായിരുന്നു. വെളിച്ചം മലൻ്റെ മുകളിലിടും. എന്തിനു വേണ്ടിയിട്ട്? സൽക്കാരങ്ങളോ മറ്റ് വല്ല പാർട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ ആളുകൾ അങ്ങോട്ട് വരും. ഇത് മൂസ നബിക്കറിയാം. മൂസ നബി അവിടെ ആളുണ്ടാവും എന്ന് മനസ്സിലാക്കി അവിടെ ചെന്നപ്പോൾ കേൾക്കണത് എന്താ? യാ മൂസ ഇന്നിയാനല്ലാ, മൂസേ ഞാൻ അള്ളയാണ്. ഫഖലൈന അലൈഖ് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ചെരുപ്പ് ഒരു മൂസ എന്താ പറയണത്? അതിന് കാരണം പറഞ്ഞെന്താ? ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, ഈ തുവ എന്ന് പറയുന്ന വിശുദ്ധമാവുന്ന ഈ തായ്വരയിലാണ് മൂസേനിയുള്ളത്. ആ തായ്വരയ്ക്ക് ഒരു പുണ്യമില്ലായിരുന്നു. പക്ഷേ മൂസനബിൻ്റെ കാലിൽ കൊണ്ടിട്ട് അവിടെ ആ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാവുമ്പോൾ മൂസനബിക്ക് നുബുവത്താവുന്ന ഏറ്റവും വലിയ ബഹുമതിക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത സ്ഥലം അതായതുകൊണ്ട് ആ സ്ഥലത്തിലേക്കൊരു പുണ്യം ഉണ്ടായി. ആ സ്ഥലത്തിനെ പറ്റി അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചു മുഖദ്ദസാവുന്ന വാദിയിൽ. വാതിൽ മുഖദ്ദസ്, ഈ വിശുദ്ധമായ ഈ തായ്വരയിലാണ് മൂസേനിയുള്ളത്, തായ്വരയിലാണ് മൂസേനിയുള്ളത്. അപ്പോൾ അവിടെ ചെരുപ്പ് ഊരിക്കയറാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയാണ് മഹാന്മാരോട് ബന്ധപ്പെട്ടതായ സ്ഥലങ്ങൾ, അവരോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ. ആ ദിവസങ്ങൾക്കൊക്കെ ഒരു പുണ്യം ഉണ്ടാവും. ആ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന മാസങ്ങൾക്കൊക്കെ പുണ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് റബീഉൽ നമ്മളൊക്കെ റബീഉൽ മാസം അതൊരു പുണ്യമായ മാസമായി കണക്കാട്ടി. റസൂലുള്ളാഹിൻ്റെ വിലാദത്ത്, അതിന് വേറെ ലക്ഷ്യമൊന്നും വേണ്ട എനിക്ക്. മിൻ തഖ്വൽ ഖുലൂബ്, അതെന്നെ മതി. ഇപ്പോൾ റജബിൽ 27 നോമ്പ് കിട്ടും. നോമ്പിനെ പറ്റി പറഞ്ഞ ഹദീസിലേക്ക് വലിയ ശക്തി ഇല്ലാന്ന്. അപ്പോൾ മുജാഹിദ് ജമാഅത്ത് ഹദീസ് വേണ്ടോ നോമ്പ് വിൽക്കാൻ? അതൊരു പുണ്യമായ ദിവസമാണെങ്കിൽ അതിനെ തഅലീം ചെയ്യണമെന്നാണ്. ആ തഅലീം ചെയ്യൽ ഇബാദത്തുകൾ കൊണ്ടാവണം. അത് നോമ്പ് കൊണ്ടു ആ ദിവസത്തിൽ എന്താക്കാം? ബഹുമാനിക്കാം. അപ്പോൾ എന്തോ ആവട്ടെ, അങ്ങനെ ഒരു വളരെ അധികം ദീൻ്റെ ശിയാറുകളെ ബഹുമാനിക്കാം. ഈ ഒരു തത്വം ഇവിടെ നിലനിൽക്കണം. ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിക്കുക, ബഹുമാനിക്കപ്പെടേണ്ടതായ അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങളാവുന്ന ഇബാദുകൾ ഇവരൊക്കെ ബഹുമാനിക്കണം.
ഈ ബഹുമാനം ഇവിടെ നിലനിർത്തണം. ഈ ബഹുമാനം ഇവിടെ നിലനിന്നില്ലെങ്കിൽ വിശുദ്ധമാവുന്നതായ ദീൻ ഇവിടെ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ബഹുമാന ആദരവൊക്കെ ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമായി സ്വീകരിച്ചുകൊണ്ട്, കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനത ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചു. എന്താ കാരണം? എല്ലാ അറിവും ആദം നബിക്കുണ്ടായിപ്പോയി, എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവർ അശക്തരാണ്. കാരണം മലക്കുകളെ പ്രകൃതം അതിന് യോജിച്ച പ്രകൃതമല്ല, അതുകൊണ്ട് മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല. അതാണ് സംഭവം. മനുഷ്യ ഇവിടെ വലുതായാൽ മലക്കുകളേക്കാൾ വലുതാവാൻ കഴിയും. അങ്ങനല്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, എനിക്ക് അങ്ങോട്ട് അനുമതിയില്ല, നിങ്ങൾ പോയിക്കോളിയും. കാരണം എന്താ? മലക്കുകൾ അവരിൽ നിന്ന് പിന്നെ നന്മകൾ ഉണ്ടാവണമെന്നൊരു അതിശയോക്തിയില്ല. കാരണം നന്മകളെ ചെയ്യാൻ കഴിയുള്ളൂ. ആ നിലക്കുള്ളൊരു പ്രകൃതിയാണ് അള്ളാഹു മലക്കുകൾക്ക് കൊടുത്തുള്ളത്. മനുഷ്യനങ്ങനല്ല. അവനക്ക് നന്മയും തിന്മയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യൻ്റെ. ആ തിന്മകളെ അടിച്ചമർത്തിക്കൊണ്ട് നന്മ മാത്രം ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് വിജയിക്കാൻ കഴിയാം. അങ്ങനെ മനുഷ്യർ ഉയർന്നാൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിയുക. അദബ്, ബഹുമാനം ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം. ഇത് നിലനിൽക്കാത്ത കാലത്തോളം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അദബ് ബഹുമാനമൊന്നും ഇല്ല ആർക്കും. പണ്ട് നമ്മൾ ഉസ്താദന്മാരെ ബഹുമാനിച്ചിരുന്നു. അത് നമുക്ക് കിതാബ് പോയി തന്ന ഉസ്താദന്മാരെ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന ഉസ്താദന്മാരെ മാത്രമല്ല, നമ്മൾ ഉസ്താദന്മാരെ പ്രായക്കാരെ നമ്മൾ ബഹുമാനിച്ചു. ഉസ്താദ് നമ്മൾ ഇതൊക്കെ ഒരു കാപ്പറ്റുള്ള ബഹുമില്ലേ. ഇന്നൊന്നും ബഹുമാനിക്കും ചില ആളുകളൊക്കെ. അതൊക്കെ ഒരു കാപ്പറ്റുള്ള ബഹുമാനമാണ്. കാരണം എങ്ങനെ ഇപ്പോൾ മൂപ്പരെ കണ്ട ബഹുമാനിക്കാതെ നിൽക്കുക? ആ നിലക്ക് ബഹുമാനിക്കണവരുണ്ടാവും. പണ്ട് അങ്ങനെയല്ല ബഹുമാനിച്ചത്. പണ്ട് ഉസ്താദന്മാരെ ബഹുമാനിച്ചു, ഉസ്താദന്മാരെ ബഹുമാനിച്ചു. അങ്ങനെയല്ലേ നമ്മൾ ഉസ്താദന്മാരെ ആ പ്രായക്കാരെ ബഹുമാനിച്ചു. വാപ്പനെ ബഹുമാനിച്ചു, വാപ്പൻ്റെ പ്രായക്കാരെ ബഹുമാനിച്ചു, വാപ്പൻ്റെ അഞ്ചന്മാരും ജ്യേഷ്ഠന്മാരും ബഹുമാനിച്ചു. ഇന്ന് ഈ ബഹുമാനമൊക്കെ നമ്മളെ ഹൃദയത്തിൽ നിന്നൊക്കെ എടുത്തുപോയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ ഈമാനിക്ക് കുവ്വത്തില്ല, ഈമാനിക്ക് ദുഅഫ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള. ഈമാനിക്ക് അതിലേക്ക് ബലഹീനത സംഭവിച്ചു പോയി. അപ്പോൾ ഈമാനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. നമ്മളിപ്പോൾ നമ്മളെ സമയങ്ങൾ മുഴുവനും ആവശ്യമില്ലാത്ത ഓരോന്നിലും വാട്സപ്പിലും മറ്റുമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ആയിക്കൊണ്ട് സമയം കഴിച്ചു കൂട്ടുകയാണ് നമ്മൾ ചെയ്തത്. മരിക്കുന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ മരിക്കാൻ അതിനാവശ്യമാവുന്ന തയ്യാറെടുപ്പുണ്ടല്ലോ. ഒരു യാത്രയാണെങ്കിൽ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണ്ടേ? ഈ തയ്യാറെടുപ്പൊന്നും നമ്മൾക്കില്ല. മുൻകഴിഞ്ഞ ആളുകളൊക്കെ അങ്ങനെയല്ലായിരുന്നു. അവർ സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ മഹാനാവുന്ന മുഹദ്ദീസ് ശൈഖ് റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ അൽ ഖുലൂബു നൗആനി എന്ന ഹൃദയങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഖൽബുൻ ല യൂലദ് വലം യഗ്രി ലഹു അൻ യൂലദ ബൽ യസീറു ജദീദൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ. ഒരു ഹൃദയം ആ ഹൃദയത്തിനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല. വലം യഗ്രി ലഹു അൻ യൂലദ, അടുത്തൊന്നും അതിനെ പ്രസവിക്കപ്പെടൂലില്ല. ബൽ യസീറു ജദീദൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ. തമ്പാടിത്തരം, ദുർമാർഗം, തടിൻ്റെ ഇച്ഛകൾ എന്നൊക്കെ പറയണ വൃത്തികേടുകളാവുന്ന വയറിൻ്റെ ഉള്ളിൽ അതൊരു ചാപ്പിള്ളയായി നിൽക്കും. ഇത് നമ്മളൊക്കെ ഹൃദയമാണ്, നമുക്കൊരു ഹൃദയമുണ്ട്. പക്ഷെ നമ്മളെ ഹൃദയത്തിനെ പ്രസവിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം പുറത്തു വരിക, അതായത് ഹൃദയത്തിലുണ്ടാവുന്ന നന്മകൾ, ഈമാനിയാവുന്ന പ്രഭകൾ പുറത്തു വരണ നിലക്കല്ല നമ്മളെ ഹൃദയമുള്ളത്. നമ്മളെ ഹൃദയം ഒരു ചാപ്പിള്ളയായിട്ട് നിൽക്കുകയാണ്. ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ. തമ്പാടിത്തരം, ദുർമാർഗം, തടിൻ്റെ ഇച്ഛകൾ എന്നൊക്കെ പറയണ ഈ വൃത്തികേടുകളാവുന്ന വയറിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഹൃദയമുള്ളത്. അപ്പോൾ ചട്ടി വന്ന് മൂടി നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല വേണ്ടതുപോലെ. ഈമാൻ എന്നുള്ളത് പ്രത്യേക ഒരു സാധനമാണ്. അതൊരു ഹൃദയത്തിൽ കടന്നു വന്നാൽ ആ ഹൃദയത്തിൽ ആ ഈമാൻ വളരാൻ പറ്റിയതായ സൗകര്യങ്ങളുണ്ടാവണം. ആ സൗകര്യങ്ങളെന്താ? അതാണ് വദഇൽ ഫവാഹിശ മാ ലഅറ മിൻഹാ വമാ ബതന്ന. എല്ലാ നിലക്കുള്ള വൃത്തികേടുകളും ഒഴിഞ്ഞിക്കണം. ഹൃദയത്തിനുള്ളിൽ വൃത്തികേടുകൾ ഉണ്ടാവും. ആ വൃത്തികേടുകളാണ് ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന്.
കിബിറുണ്ടാവുക എന്നുള്ളത് അസദ് ഉജിബ് പോലത്തെ ദോഷമായുന്ന പല സംഗതികളെയും മനസ്സിനുള്ളിൽ കൊണ്ടുനടക്കാം. അപ്പോൾ അസദ് എന്നുള്ളത് ഏറ്റവും വലിയൊരു അപകടമാണ്. ഒമിൻ ഷരി ആസിദിന് ഇതാ അസദ് എന്ന് ഖുർആനിൽ പറഞ്ഞിരുന്നു. ആസിദിക്ക് അസദ് ഉണ്ടായാൽ ചെറുനെ തൊട്ട് എന്നല്ല പറയണത്, അസദ് എല്ലാവർക്കും ഉണ്ടാവൂടോ. ഒമിൻ ഷരി ഹാസിദ് ഇതാ അസദ് എന്ന് പറഞ്ഞാൽ ഒരു ഹാസിദ് അവൻ്റെ അസദ് ഉണ്ടായാൽ എന്നല്ല. പിന്നെന്താ അതിൻ്റെ അർത്ഥം? ഏതൊരു ഹാസിദാണെങ്കിലും അവൻ്റെ ഹസദിനെ ഇതാ അൽഹറ അസദഹൂദ, അവൻ്റെ ഹസദിനെ അവൻ പ്രകടമാക്കിയാൽ, ഹസദിനെ പ്രകടമാക്കുക, ആ ഹസദിനെ പ്രകടമാക്കുമ്പോൾ അതുകൊണ്ട് ഉള്ളതായ ദോഷങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ആരോടാണോ അവൻ ഹസദ് വെച്ചിട്ടുള്ളത് അവർക്ക്, അപ്പോൾ ആണ്ട് അവ വലിയ ഷെറായി മാറും. ബഹുമാന എപ്പോഴും പറയലുണ്ട്, ഹസദൊക്കെ അധികമായിക്കാണെങ്കിൽ അത് സിഹിറിൻ്റെ ഹുദറോ ചെയ്യും. അപ്പോൾ ഹസദ് ഉണ്ടാവാൻ, ഹസദ് ഇപ്പോൾ എനിക്ക് എന്നോട് ഹസദ് ഉണ്ടാവും. ഞാനാവുന്ന ബിഷുറുൽ ഹാഫി തങ്ങൾ ഒരു സദസ്സിലേക്ക് ബിഷുറുൽ ഹാഫി തങ്ങളെ ക്ഷണിക്കപ്പെട്ടു എന്നാണ്. അവിടെ വന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, മൂപ്പര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. മൂപ്പര് കയ്യങ്ങോട്ട് കൊണ്ടുപോകും, വെള്ളത്തിൻ്റെ കയ്യും കണ്ടുപോകും. അപ്പോൾ അധികം ആളുകൾക്കും അറിയില്ല അത് ബിഷുറുൽ ഹാഫി എന്ന് പറഞ്ഞ മഹാനാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണെന്ന്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, മാലിഹാദുല്ലാം, ഇവർക്ക് എന്ത് പറ്റി, ഇവരുടെ ഭക്ഷണം കഴിക്കാത്തത്. അപ്പോൾ ഇത് ബിഷുറുൽ ഹാഫി തങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ തുആമിൻ ഫീഹി ഹറാമുൻ ഔ ശുബ്ഹ, ഹറാമും ശുബ്ഹത്തുള്ള ഭക്ഷണത്തിലേക്ക് ഇയാളെ കൈ പോകില്ല. അതാണ് കൈ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അപ്പം തന്നെ കൈ കണ്ട് വലിയാണ്. അപ്പോൾ ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവയവം അവൻ തമ്മാടിത്തരത്തിലേക്ക് ഏതൊരു കക്കാൻ വേണ്ടി കൈ ഉപയോഗിക്കുകയാണെങ്കിൽ കയ്യേര് വൈപ്പെടരുത്. അതാണ് യഥാർത്ഥ മോമിൻ എന്ന് പറയുന്നത്. മോശമായ സംഗതികൾ പറയാൻ വേണ്ടി നാവ് ഉപയോഗിച്ചാൽ ആ നാവ് അതിന് വൈപ്പെടില്ല. ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതിനെന്ത് വേണമെന്നൊരു അടിസ്ഥാനപരമായി വിശുദ്ധമാവുന്ന ഈമാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയതായവർ. ഈ ദുന്യാവ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വെറുതെ ആവശ്യമില്ലാത്ത ഫിത്തനകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടന്നിട്ട് എന്തൊരു കാര്യമുള്ളത്. അപ്പം ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഔലിയാക്കന്മാർ, തികച്ചും ഔലിയാക്കന്മാർ തന്നെയായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ച മഹാനാവുന്ന ശൈഖുന പറയുന്നത് പോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് കുത്തുബീകളിൽപ്പെട്ട വലിയ മഹാൻ എന്ന് പറയും. അവരങ്ങനത്തെ മഹത്തുക്കളാവുന്ന ഉലമാവും സാദാത്തുക്കളും ഉലമാവും ഒക്കെ സ്ഥാപിച്ചതാണ് സമസ്ത കേരള ജമിയത്ത്. താല്പര്യങ്ങളൊന്നും ചെയ്യുന്നവർ നമ്മളെപ്പോലെ അങ്ങനെ കേട്ടില്ലേ. വലിയ വലിയ മഹാന്മാരാവുന്ന ഉസ്താദന്മാരോടൊക്കെ ഇതിനേക്കാൾ ശമ്പളം കിട്ടും, അവിടേക്ക് പോരി എന്ന് പറയുമ്പോൾ അവർ പറയലെന്താണെന്ന് അറിയാം. അന്നത്തെ വലിയ നമ്മളെ ഉസ്താദന്മാരൊക്കെ അങ്ങനെ തന്നെ, ഇതിനേക്കാൾ ശമ്പളം അവിടെ കിട്ടും, അങ്ങോട്ട് പോയില്ലെന്ന് നിൽക്കുമ്പോൾ അവർ പറയലെന്താ. ഇവിടെ കിട്ടുന്ന പൈസക്കേക്കാൾ അധികം അവിടെ ദർശനത്തേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അവർ പറയും അവിടേക്ക് അതിന് അധികം കിട്ടുകയാണെങ്കിൽ ചിലവും കൂടും. ഇപ്പോഴുള്ള ചിലവിന് ഒത്ത ശമ്പളം ഇവിടുന്ന് കിട്ടുന്നുണ്ട്, ഞങ്ങോട്ട് പോയാൽ അവിടെ ചിലവ് കൂടും. അപ്പോൾ ആ ശമ്പളം അധികം കിട്ടിയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ നിൽക്കാമെന്ന് പറയും. നമ്മളങ്ങനെയല്ല, നമ്മൾ ഇതേ ആലോചിച്ചെടുത്താ ഇവിടുന്ന് അവിടെ പോയാൽ കുറച്ചുകൂടി ശമ്പളം കിട്ടും, എന്നാൽ അങ്ങോട്ട് പോകുകയെന്ന് വിചാരിച്ചു. അവിടെ പോയാൽ ചിലവ് കൂടും. അപ്പോൾ ഇവിടെ കിട്ടുന്ന വായിക്കാനാണ് കാരണം കിട്ടിയ ശമ്പളം. അപ്പോൾ താല്പര്യങ്ങൾ അവർക്കില്ല. അവർക്ക് ദീൻ നടത്തുക എന്നുള്ള ദീനിയാവുന്നതായ ഹിദ്മത്തുകൾ ചെയ്യുക എന്നുള്ളതാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ മഹാനാവുന്ന ശൈഖുനൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ നടന്നു പോയി എന്നാണ് ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. 2-3 ദിവസം എനിക്കറിയാം മഹാനാവുന്ന ഇക്യാസം സിയാർ അവർ അള്ളാഹു മറക്കാതെ നമ്മളെ ഉസ്താദന്മാരിൽപ്പെട്ട ആളാണ്. 3-4 ദിവസമാണ് ഒന്നായിട്ട് മുജാഹിദീങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് തലപ്പാറ വന്നപ്പോൾ അവിടെ താമസിച്ചത്. ഞാൻ മൂപ്പരെ കൊണ്ട് ജമ്മുൽ ജവാബിൻ്റെ ചില ഭാഗങ്ങൾ ഓതിയത് അവിടെ നിന്നിട്ടാണ്. അന്ന് എൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, അവിടെ വരാമെന്ന് ഞാൻ മൂപ്പരെ കൂടെ 4 ദിവസം 5 ദിവസമായിട്ട് അവിടെ നിന്നിലായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പിന്നെ തിരിച്ചു പോകണമെങ്കിൽ പിന്നെ വൈകുന്നേരം കണ്ട് എത്താൻ കഴിയൂല. മഹാനാവുന്ന ശൈഖുന മുത്തന്നൂർ കേസിനോട് ബന്ധപ്പെട്ടതായ കേസ് മഞ്ചേരി കോർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടത് മൂപ്പര് വൈകുന്നേരമാകുമ്പോൾ, ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വൈകുന്നേരമാകുമ്പോൾ തിരൂർ വാദപ്രതിവാദത്തിന് വേണ്ടി ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ എന്തെങ്കിലും ഭൗതികമാവുന്ന താല്പര്യങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തതല്ല.
അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഒന്ന് ഒരു വിശുദ്ധമാവുന്ന ഈ ദീനിൽ ഇതിൽ വരുന്നതായ അത് യുക്തിവാദമാവട്ടെ നിരീശ്വരവാദമാവട്ടെ എന്തായാലും വേണ്ടില്ല, ആ ദീൻ നശിപ്പിക്കാൻ്റെ ഇതിൽ വരുന്ന എല്ലാത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് ആശയപരമായി അതിനെ പ്രതിരോധിക്കൽ സമസ്തയുടെ ലക്ഷ്യം തന്നെയാണ്. അതോടുകൂടെ ദീനിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് ഈ ദീനിനെ നശിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകൾ. ഇവർക്കെതിരിലൊക്കെ ശബ്ദിക്കലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കുത്തകയൊന്നുമല്ല. വിദ്യാഭ്യാസം ഇവിടെ വിശുദ്ധമായ ദീനാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പോട് കൂടി ബന്ധപ്പെട്ട സംഭവങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരീഅത്തിലൂടെ ഇതിലല്ലാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസങ്ങളൊക്കെ ധാർമ്മികമാവുന്ന അടിസ്ഥാനത്തിൽ ധാർമ്മികതയുടെ ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ടാവണം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക. അല്ലാതെ ഞാൻ വലിയ അപകടമായിരിക്കും. ആ അപകടങ്ങളാണെന്ന് കണ്ടുകൊണ്ടിരിക്കണമൊക്കെ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകില്ല. അപ്പോൾ രണ്ട് വിദ്യാഭ്യാസം കൂടി കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ തന്നെ അതാണുള്ളത്. ആവശ്യമാവുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിനെയും പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. അപ്പോൾ അത്ര വലിയ പഴഞ്ചന്മാരൊന്നുമല്ല നമ്മളെ മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഭരണഘടന ഉണ്ടാക്കിയ ആളുകളൊക്കെ. അപ്പം നമുക്ക് തോന്നുന്നു നമ്മളൊക്കെയാണ് വലിയ ആളുകൾ. ഇതൊക്കെ മുമ്പ് എഴുതി വെച്ചതാണ്. പിന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം ഇവിടെ അതൊക്കെ ഈ പാരമ്പര്യം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഭരിക്കണ ഗവൺമെൻറ്റിനോട് അത് അവരുമായിട്ട് എന്താണോ പിണങ്ങാതെ പോകും. കാരണം എന്തുകൊണ്ട് ഭൗതികമാവുന്ന ചില നേട്ടങ്ങൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുണ്ടോ, അവരെ പിണക്കിക്കൊണ്ട് ശരിയാവില്ല. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള ഈ മതസൗഹാർദ്ദത്തിന് ഏറ്റവും അധികം വില കൽപ്പിച്ചൊരു മതമല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞു. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളെ ബുഖാരിയിൽ കാണാം, ബാബു റഹ്മത്തിൻ നാസി വൽ ബഹായിം. ഇമാം ബുഖാരി തങ്ങൾ ഒരു അധ്യായം കൊണ്ടുവരികയാണ്, ബാബു റഹ്മത്തിൻ നാസി വൽ ബഹായിം. റഹ്മത്തിൽ മുഅ്മിനീന്നല്ല, മുഅ്മിനീങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നല്ല, റഹ്മത്തിൻ നാസ് എന്നാ, എല്ലാ ജനങ്ങൾക്കും റഹ്മത്ത് ചെയ്ത് കൊടുക്കണം എന്നാ. വൽ ബഹായിം മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങളോടും. അപ്പോൾ എല്ലാ മനുഷ്യർക്കോടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെ പെരുമാറണം. എല്ലാ മതസ്ഥരോടും മതമില്ലാത്തവരോടൊക്കെ മനുഷ്യന്നുള്ള നിലക്ക് ഈ ഒരു മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ വ്യവസായം ഉണ്ടാകുന്ന ഇസ്ലാമിതിലാണോ? മഹാന്മാരാവുന്ന അമ്പിയാക്ക ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞില്ലേ, വാലന്ന ലഹുൽ ഹദീദ്, ഇരുമ്പിൻ്റെ വലിയ ഫാക്ടറിയാണ് ഉണ്ടായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിച്ചത് ഇസ്ലാം ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? ചാരിറ്റി പ്രവർത്തനം റസൂൽ രൂപത്ത് ലഭിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തിയ ആളെന്നല്ലേ ഖദീജ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞില്ലേ? ആ ചാരിറ്റി പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് നബിയെ തങ്ങൾക്ക് ഒരു നിലക്കുള്ള പ്രയാസം ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഇവിടെ പിന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു ദീനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. പക്ഷേ ഇതിനെ വിമർശിക്കുന്ന പലരും ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. അതിന് വിമർശനങ്ങൾ ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തന്നെ ഇസ്ലാം മതം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ വിമർശനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളൊക്കെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ പരമാവധി അതിനെ നേരിട്ടിട്ടുണ്ട്, അതിൻ്റെ ഇതിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൊള്ളത്തരങ്ങളൊക്കെ അവർ തുറന്നു കാണിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിനോട് പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അവരോട് ഹാദാ റബ്ബി എന്ന് പറഞ്ഞു. സൂര്യനെ കണ്ടപ്പോൾ ചന്ദ്രനെ കണ്ടപ്പോൾ അപ്പോൾ അത് ഇബ്രാഹിം നബി പറഞ്ഞു ആണോ അല്ല എന്നുള്ളത് ഞാനിപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് കടക്കിടയ്ക്ക് ഒരുപാട് ഞാനിപ്പോൾ അത് പറയും. ഇബ്രാഹിം നബി 3 പൊള്ളല്ലാതെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തത്. പക്ഷേ ഈ 3 പൊള്ളും പൊള്ളല്ലേനും. ആ പൊള്ളു നിങ്ങൾക്ക് തോന്നുന്ന 3 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ വേറൊരു സംശയം വരും. ആ 3 ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് 3 എന്നതാണ്. പിന്നെ ഖുർആനിൽ പറഞ്ഞ ആദാ റബ്ബി എന്നുള്ളത് ഇബ്രാഹിം നബി പറഞ്ഞാണെങ്കിൽ 4ാമത്തെ ഒരു പൊള്ളയില്ലേ എന്ന്. അപ്പോൾ അത് ഞാൻ കിതാബ് ദിവസം എടുത്തുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. അവിടെ ആദാ റബ്ബി എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കല്ല. അത് നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിശദീകരണത്തിലേക്ക് അതിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എന്തോ ആവട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ
അമ്പിയാക്കന്മാർ അവർ വിശുദ്ധമാവുന്ന ഈ ദീനിൻ്റെ സംരക്ഷണ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അത് ദീനിൻ്റെ സംഘടനകൾക്കൊക്കെ പ്രതിസന്ധികളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയല്ലേ, ഒരു സംഗതി നല്ല നിലക്ക് നടന്നു പോകുമ്പോൾ അതിനോട് ഇഷ്ടമില്ലാത്ത പലരും ഉണ്ടാവും, പല നിലക്കുള്ള ഫിത്തനകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് കേട്ടിട്ടില്ലേ? റസൂൽ പറഞ്ഞു. എന്താ ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ? അഹ്ലാസ് എന്ന് തന്നെ വാഹനത്തിൻ്റെ മേലിടുന്ന ഒരു വസ്ത്രത്തിലേക്കാണ് പറയേണ്ടത്. യാത്രക്കാർ വാഹനത്തിൻ്റെ മേലെ കൈതൻ്റെ കുതിരൻ്റെ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മേലിടുന്നൊരു വസ്ത്രം. ആ വസ്ത്രം അത് യാത്രക്കാരനെയും വാഹനത്തിനെയും വിട്ടുപിരിയാതെ അതിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാവും ആ വസ്ത്രം. എന്നതുപോലെ മനുഷ്യനെ വിട്ടുപിരിയാത്ത ഫിത്തനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫിത്തനത്തുൽ മൗജിൽ ബഹർ എന്ന് പറഞ്ഞില്ലേ? സമുദ്ര തിരമാലകളെ പോലെ ആർത്തിരമ്പി ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് വരുന്ന ഫിത്തനകൾ ഉണ്ടാവും, വിട്ടുപിരിയാത്ത ഫിത്തനകളുണ്ടാവും. ആ കാലത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ പറ്റി വിശേഷിപ്പിച്ചു. ഇവിടുത്തെ അവസ്ഥയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചു. അതൊക്കെ അവിടെ നടക്കണില്ലേ? മസാജിദുഹും വയ്യ ആമിറ, പള്ളികളൊക്കെ അത് നല്ല നിലക്ക് ഉണ്ടാക്കുന്ന, പക്ഷെ വയ്യ ഖറാബുനുദാൻ, അവിടെ നിൽക്കാറുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. ആ നിൽക്കാറ് യഥാർത്ഥ രൂപത്തിലുള്ള നിസ്കാരമാവില്ല. ഈ നിസ്കാരത്തിന് വേണ്ട ക്വാളിറ്റി അവിടെ ഉണ്ടാവില്ല. നിസ്കരിച്ചു എല്ലാവരും, പക്ഷെ അത് നന്മൻ്റെ റിക്കാർഡിൽ എഴുതപ്പെടാൻ പറ്റാത്ത നിൽക്കാരാണ് ഈ കാര്യം. അധികം ആൾക്കാരൊക്കെ എന്ത് ചെയ്ത അപ്പം അങ്ങനെ തന്നെയല്ലേ? നല്ല പള്ളി ഏതാന്ന് നോക്കും നിസ്കരിച്ചാൻ വേണ്ടിയിട്ട്. അവിടെ ഫാനുണ്ടോ, എ സി ഉണ്ടോ, അവിടെ കക്കൂസിട്ടോ, അതൊക്കെ നോക്കിയിട്ട് നിസ്കരിച്ചാൻ കയറുള്ളൂ. അതൊന്നുമില്ലെങ്കിൽ അതിൻ്റെ അടുത്ത പള്ളിക്ക് പോകുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ മസാജിദുഹും ആമിറ വയ്യ ഹറാബുൻ ഉലമാഉഹും ശർറു മൻ തഹ്ത ബിസ്സമാ, ഏറ്റവും മോശക്കാരാവുന്ന പണ്ഡിതന്മാരാണ് ഈ. കാരണം നല്ല നല്ല ബിരുദങ്ങളും പേരുകളൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ശർറു മൻ തഹ്ത ബിസ്സമാകുന്ന ഇവിടെ ഉള്ള ആൾക്കാരിൽ നിന്ന് ഏറ്റവും മോശമായ. അങ്ങനെ എല്ലാ നിലക്കും ധാർമ്മികത ഇവിടുന്ന് ഇല്ലാതെയായി പോകുന്ന വെറും ഫിത്തനകളെ കൊണ്ട് നിറക്കപ്പെട്ടതായ ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് ഇവിടെ വരാൻ പോണത്. എന്തെങ്കിലും ഒരു നന്മ ഒരാൾ പറഞ്ഞാൽ അതിന് പരിഹസിക്കുക. അത് പരിഹസിക്കണതാരാ? വിവരമില്ലാത്ത ജാഹിലീങ്ങളല്ല, ആലിമീങ്ങളെ അതിനെ പരിഹസിക്കുക. അങ്ങനത്തെ കാലഘട്ടമാണ് വരാൻ പോണത് എന്ന് നബി മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും ഉണ്ടാവുക, അതിന് വേണ്ട അമലുകളൊക്കെ ചെയ്യുക, സാലിഹായ അമലുകളെ വർദ്ധിപ്പിക്കുക. മുമ്പും പിമ്പുള്ള താല്പര്യങ്ങൾ പലരുണ്ടാവും. അവരാ താല്പര്യങ്ങളായിട്ട് താല്പര്യമുള്ളവർ നടന്നോട്ടെ, നമ്മളതിലേക്കൊന്നും പോകണ്ട. നമ്മളെ ഹൃദയത്തിലെ വിശുദ്ധമാക്കുക. നിസ്കാരത്തിൻ്റെ മുമ്പും പിമ്പൊക്കെ ഉള്ള സുന്നത്തുകളുണ്ടെങ്കിൽ നിസ്കരിക്കുക. പിന്നെ കുറഞ്ഞ ദിക്റുകളൊക്കെ പതിവാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല ദിക്ർ തന്നെയാണ്. അഫ്ളു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി എന്നല്ലേ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ നല്ലത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അസ്മാക്കൾ നല്ലതാണ്. അള്ളാഹുവിൻ്റെ അസ്മാക്കളെ വർദ്ധിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാരുടെ അസ്മാക്കൾ അതും ദിക്ർ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ദിക്റുകളില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച റസൂലുള്ളാഹിൻ്റെ മേലുള്ള സ്ഥലത്ത്. ഇതൊക്കെ വർദ്ധിപ്പിക്കാം. ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ട് നമ്മളെ ഹൃദയത്തിലൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് ദിക്ർ എന്നുള്ളത്. ആ ദിക്റു റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വസൂലി ഇലൽ ഹഖി തആല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൽഹുവൽ ഉംദ, അതിപ്രധാനമായ ഘടകമാണ് അള്ളാഹുവിലേക്ക് ചെന്നെത്താരുന്ന. അപ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഹൃദയത്തിനെ വിശുദ്ധമാക്കി. ഹൃദയത്തിൽ വന്ന ഈമാനുണ്ടല്ലോ അത് മുരടിച്ച് പോകാൻ പാടില്ല. നമ്മളൊരു തെങ്ങ് വെച്ചിട്ടാണെങ്കിൽ അതിന് നമ്മൾ വളം ഇട്ട് കൊടുക്കും, അതിന് പിന്നെ വെള്ളം നനച്ചു കൊടുക്കും. പശു ആടോ മൂരിയൊക്കെ വന്ന് അത് കടിക്കുകയും തൊട്ട് വേലി കെട്ടും എന്നതുപോലെ ഈമാനെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാതിരുന്നാൽ അവിടെ ഈമാൻ ഉണ്ടാവും, പക്ഷേ ആ ഈമാനിക്ക് വളർച്ച ഉണ്ടാവില്ല. ഒരു വെളുക്ക് എത്തിച്ചേച്ച് അതിലൊരു തിരിവ് വെച്ചു, അതിന് വേണ്ട കുപ്പിയൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ വെളിച്ചം ഉള്ളിൽ പുറത്തേക്ക് കാണില്ല.
ഇതുപോലെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ള ഹൃദയം. അതാണ് പറഞ്ഞത് പിന്നെ യസീറു ജരീനൻ ഫീ ബത്നി ഷഹ്വാതി വൽ ഗയ്യി വല്ലലാൽ, തമ്മാടിത്തരം ദുർമാർഗം തടിൻ്റെ ഇച്ഛകളാവുന്ന വൃത്തികേടുകൾക്കുള്ളിൽ ഒരു ചാപ്പിള്ളയായിട്ട് ഹൃദയം നിൽക്കും. അങ്ങനത്തെ ഹൃദയമാണ് നമ്മൾക്കൊക്കെ ഉള്ള ഹൃദയം. എന്നാൽ വേറെ ചില ഹൃദയമുണ്ട്. വഖൽബുൻ മുലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ. ചില ഹൃദയം അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ അള്ളാഹുവിൻ്റെ ഔലിയാവിനൊക്കെയുള്ള ഹൃദയമാണ്. അത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി അറിവിൻ്റെ ആകാശങ്ങൾ അവർ കീഴടക്കി. അങ്ങനത്തെ ഒരു ഹൃദയമുണ്ട്, അത് മഹാന്മാർക്ക്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഈമാനിനെ പോഷിപ്പിക്കണം നമ്മൾ. ആ പോഷിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവൃത്തികളെന്താ? യാ അയ്യുഹല്ലദീനാമനു യാ അയ്യുഹല്ലദീനാമനു യാ. ഖുർആനിൽ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന ഇത്യാദിയുള്ള അമലുകളൊക്കെ ചെയ്യണം. ഈമാനിൻ്റെ വർദ്ധനവിന് തടസ്സപ്പെടുത്തുന്ന എന്ന സംഗതികളെ തൊട്ടുകൾ ഒഴിഞ്ഞിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം. അങ്ങനെ നമ്മളെ ഈമാനിനെ വളർത്തിയെടുക്കാനും ഓരോരുത്തരും ശ്രമിക്കണം. നിങ്ങളൊക്കെ ഈമാൻ കേടുവരരുത്. അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേരളത്തിൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് സമസ്തൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മളൊക്കെ ഇന്നലേക്ക് എത്താനുള്ള കാരണം. നമ്മളെ കുട്ടിപ്രായത്തിൽ നമ്മളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ 100ഓളം വർഷമായി. നമ്മളെ വാപ്പാരൊക്കെ നമ്മൾ മദ്രസ് കൊണ്ടാക്കി. അവിടുന്ന് ദീനിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അത് നമ്മൾ പഠിച്ചാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് നമ്മളെ ഹൃദയത്തിലേക്ക് ആദ്യമായി വന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് അതിന്മേൽ നമ്മൾ നിന്ന് പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും ചെറുതാക്കി കാണരുത്. അതാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ളത്. അത് മഹാന്മാരുണ്ടാക്കിയതായ ഒരു സംഘടനയാണത്. അതൊരു വലിയ സംഘടന തന്നെയാണ്. അപ്പോൾ അതിന് ചെറുതാക്കാനോ നശിപ്പിക്കാനോ ഇങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെയൊക്കെ തിക്തഫലം അത് അനുഭവിച്ചേ ഇരിക്കും, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതിനെ അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഇതിനെതിരിൽ വരുന്നതായ എല്ലാ ദുഷ്കരങ്ങളുടെ ഷർറുകളെ തൊട്ടും അള്ളാഹു ഈ സംഘടനയെ കാത്തു രക്ഷിക്കട്ടെ. നമുക്കൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആജ്ഞകളും അതിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെയുള്ള ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ. മഹാന്മാരോട് കൂടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരട്ടെ. നമ്മൾ ആഖിറം അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ, വിജയത്തിലാക്കി തരട്ടെ. നിങ്ങൾ ഇതുപോലുള്ള SKSF എന്ന് പറഞ്ഞിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ശക്തമായ പോഷക സംഘടനകളിൽപ്പെട്ടൊരു സംഘടന തന്നെയാണ്. അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കേരള ഇതര സ്റ്റേറ്റുകളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ വലിയ പ്രവർത്തനമാണെന്നാണ്. ഇന്നൊരുപാട് പ്രാവശ്യം വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ പിന്നെ അത്ര അധികം യാത്ര ചെയ്യാനുള്ളൊരു മടിയോട് ഇപ്പം മിഞ്ഞാന്ന് അവിടുന്ന് കുറേ കുട്ടികൾ വന്ന് വിളിച്ചിരുന്നു, ലണ്ടനിൽ വന്ന് വരണ ഒരു പരിപാടി പങ്കെടുക്കണം. ഞാൻ യാത്രൻ്റെ ദൈർഘ്യം വരുന്നതുകൊണ്ട് പോകാതിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് വളരെ ശക്തമായ നിലക്ക് ഇന്ത്യൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളം അല്ലാത്ത മറ്റിതര സ്റ്റേറ്റുകളിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിൽ മുമ്പ് തന്നെ ഉണ്ട്. ഇനി കർണാടക അല്ലാത്ത തമിഴ്നാടും അല്ലാത്ത പല ഭാഗങ്ങളിലേക്കും അതൊക്കെ വ്യാപിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ നിലക്ക് ഈ സംഘടനയുടെ ഏറ്റവും ഒരുപാട് പോഷക സംഘടനകളുണ്ട്. സമസ്ത 15ഓളം പോഷക ഓരോ പോഷക സംഘടനകൾക്കും ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പോഷക സംഘടനയാണ് SKSF. SKSFിന് ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലക്ക് സമസ്തൻ്റെ ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളാണ് എല്ലാം. അതിൽപ്പെട്ട ഒരു പ്രധാന പോഷക സംഘടനയാണ് SKSF. SKSFിൻ്റെ ഈ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ എല്ലാ ഖിദ്മത്തിനെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പോൾ വയനാട് പോലാത്ത ദുരന്തങ്ങളിലൊക്കെ
ഒരു ഫോട്ടോത്തിന് വേണ്ടി ഷോ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ SKSFൻ്റെ വീക്കായ അങ്ങോട്ട് പോയത്. അവർ ഫോട്ടോ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവരെ പഠിപ്പിച്ച ഒരു തിയറി ഉണ്ട്, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാറ്. ആ നിലക്ക് അവരവിടെ പ്രവർത്തിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു വലിയ സഹായത്തിൻ്റെ ഒരു ഭാഗപ്പടം വിതരണം ചെയ്തു. ഏകദേശം 700ഓളം കുടുംബങ്ങൾക്ക് 40 മിനിറ്റോടാണ് വിതരണം ചെയ്തത്. 4-5 ഞാനവിടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് വിതരണം ചെയ്തു. ബാക്കി 40 മിനിറ്റോട് ആ പറഞ്ഞ എല്ലാവർക്കും അവിടുന്ന് വിതരണം ചെയ്തു. 10,000 രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തു, ഈ എഴുന്നൂറിൻ്റെ അടുത്തുള്ള ആളുകൾക്ക്. അപ്പം ഇനിയും അവിടെ മറ്റു പല സംഗതികളും സമസ്ത ചെയ്യാൻ പോവുകയാണ്. സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടിയ പൈസ അത് അവിടെ തന്നെ ചിലവാക്കും. അത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ. പിന്നെ ആരോ വാട്സപ്പിൽ ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, ജിഫീതകൾ വർദ്ധിക്കണേ, മറ്റോടത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ പൊള്ളു പലർക്കും എഴുതാമല്ലോ. ഇപ്പോൾ എല്ലാവർക്കും എഴുതാനിപ്പോൾ ഒരാളുണ്ടല്ലോ, ഞാൻ അവനെ പറ്റി ഇങ്ങനെ എഴുതാണ്. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ, ഈ ചെറിയ ഒരു ഫോണുള്ളൂ, വേറെ വലിയ ഫോണില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം മൂപ്പർ ഇതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്, അത് വേറെ സംഗതി. ഇതിനെതിരിൽ എനിക്ക് പണിയെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാൻ അതിനൊന്നും ചെയ്യണില്ല. ഇതിനെ ശംസുലമ അറിയലുണ്ട്, പറയണവനൊക്കെ പറയട്ടെ, അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോളും, മൂപ്പർക്ക് കിട്ടിക്കോളും. അത് എനിക്കും പറയാനുള്ളൂ. വല്ല നന്മ ഉണ്ടാവില്ല, അതാണ് ഇപ്പോൾ സംഗതി. അവൻ്റെ അടുത്ത് വല്ല നന്മയും വേണ്ടേ, ഈ പറയണവൻ്റെ ഇതെൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോളും. നമ്മളിപ്പോൾ അവൻ്റെ നന്മയൊന്നും ആഗ്രഹിക്കണില്ല, അത് വേറെ സംഗതി. കാരണം അത് കാത്തുനിന്നിട്ട് കാര്യമില്ലല്ലോ, വല്ലതുണ്ടെങ്കിലല്ലേ. അപ്പോൾ നമ്മൾ സ്വന്തം നന്മ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ, അത് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എഴുതുന്നവർ എഴുതുക, പറഞ്ഞവർ എഴുതുക, തോന്നിയവസരം പറഞ്ഞവർ അങ്ങനെ പറയുക, മനസ്സിലായി, ഇല്ലാത്ത പറഞ്ഞവർ അങ്ങനെ പറയുക, പൊള്ളി പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുക. ഒക്കെ ആരെ പറ്റിയെന്ന് വെച്ചാൽ ജിഫ്രി മുത്തുപോയതങ്ങൾ. ഞാൻ ഇപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സമസ്തൻ്റെ പ്രസിഡൻ്റായിരുന്നു, അത് ചോദിച്ചു വാങ്ങിയതുമല്ല, എല്ലാവരും കൂടി ആക്കിപ്പോയതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്തൊക്കെ ആവട്ടെ. അപ്പോൾ അതുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഷെറിന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഷെറൊക്കെ ഒൽക്കയിലെ മണങ്ങട്ടിയതൊന്നും ഞാൻ പറയണില്ല, ആമീന്ന് പറയണ്ട, ഞാനതൊന്നും പറയണില്ല, അതൊന്നും ഞാൻ ദ്വാരക്കലില്ല, മനസ്സിലായില്ലേ. അപ്പോൾ എനിക്കിപ്പം ഇനി എല്ലാ ചെറുപടി വന്നാലും ഇന്ന് മരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. അത് ഏതായാലും ഇപ്പം എല്ലാം മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ട്, ഒക്കെ സന്തോഷത്തിലാണ്, മനസ്സിലായി, ഒരു പ്രയാസങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ മരിച്ചാൽ നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞ് മരിപ്പിച്ചാണ് ഞാൻ അങ്ങനെ മരിപ്പിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും കേടുവരുത്തരുത്, അതെനിക്ക് പറയാനുള്ളത്. അതൊരു വലിയ നല്ല സംഘടനയാണ്, അതിന് നമ്മൾ വളർത്തണം. അതിന് വേണ്ട 100-ാം വാർഷികമൊക്കെ ഒരു സംഭവമാക്കി തീർക്കണം. അതിൻ്റെ നിലനിൽപ്പ് ദീൻ്റെ നിലനിൽപ്പിന് ഇവിടെ ആവശ്യമാണ്. അതിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഷെറിന്നും നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ SKSSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ത്രൈമാസ ക്യാമ്പയിൻ്റെ UAE തല ഉദ്ഘാടനത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം ആദർശ നായകൻ